ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റും കൊണ്ടാണ് നെഞ്ചൂക്ക്. ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചൂക്കൊന്നുമല്ല സാർ. ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കിയത് കൊണ്ടാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു, 2013 UDF സർക്കാർ കൈക്കൊണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി കൊണ്ടാണ് ദേശീയപാത പണി പൂർത്തിയായത്. അതിനൊക്കെ ഒന്നും പറയാതിരിക്കലല്ലേ നല്ലത് സാർ. ഭരണത്തിലുള്ളപ്പോൾ കേരളത്തിലെ ദേശീയപാതയുടെ വികസനത്തിൽ ചെറുവിരൽ അനക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തായപ്പോൾ അതിന് ഏതു വിധേനയും മുടക്കാൻ ശ്രമിച്ചതും കണ്ടതന്നെ. 2011-16 ദേശീയപാത വികസനത്തിൽ കാട്ടിയ അലംഭാവം, സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ കേരളത്തിൽ ദേശീയപാത വികസനം അവസാനിപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. എന്നിട്ട് അനക്കൊണ്ടായ, എന്നിട്ടും ഒന്നും നടക്കാതെ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ച് കേരളം വിട്ടു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ലേ സർ. നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മുന്നിൽ UDF മുട്ടുവറക്കുകയാണ് ചെയ്തത്. 2016 LDF ഭരണത്തിലെത്തിയതോടെ കാര്യങ്ങളാകെ മാറി. പക്ഷേ നാം ഒരു പിഴയൊടുക്കേണ്ടി വന്നു. കേരളത്തിലെ ഉയർന്ന ഭൂമി വില ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്നും ഭൂമി വിലയുടെ 25% സംസ്ഥാനം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ തുക മുൻകൂറായി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് ദേശീയപാത വികസനത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചത്. സർ, ഇതുവരെ 6769 കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരുന്നില്ലെങ്കിൽ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. 2011-16 കാലയളവിൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അധിക ബാധ്യത നമുക്കുണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിനായി ഇപ്പോൾ ദേശീയപാത 66 അതിവേഗം പ്രവൃത്തി പുരോഗമിക്കുകയാണ്. വലിയ മാറ്റം കേരളത്തിൽ കാണാൻ സാധിക്കുകയാണ്.